സി ജോർജ് എന്ന ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ് PC ജോർജ് പലപ്പോഴും, നമ്മളത് കണ്ടിട്ടുമുണ്ട്. അതിനുശേഷം അത്രത്തോളം പിണറായി സത്തെയും എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് ആര് എന്ന ചോദ്യത്തിന് അൻവർ എന്ന ഉത്തരവുണ്ടായിരുന്നു. അൻവർ നിലപാടുകളില്ല അൻവറിന് പലപ്പോഴും, അത് ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും അൻവർ 20,000-നകത്ത് വോട്ട് പിടിക്കുമെന്നൊക്കെ ഉള്ളത്, അൻവർ ഇപ്പോൾ ഇടതുപക്ഷത്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വമ്പ ഭൂരിപക്ഷത്തോടെ അൻവർ ജയിച്ചേനെ. ഏകദേശം 9,000-നടുത്ത് ഭൂരിപക്ഷം കിട്ടിയ അൻവർ ജയിച്ചേനെ. അപ്പോ PC-ക്ക് ശേഷമുള്ള ഒറ്റയാൻ, അങ്ങനെ തന്നെ അൻവറിനെ കാണണ്ടേ? അൻവറിന്റെ ബോധം പോയി നാട്ടെ ഇത് കണ്ടിട്ട് 20 അൻവർ പോലും അത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞു. നമ്മൾ PC ജോർജായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ PC ജോർജിന്റെ ആ ഒരു ഇലക്ഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഇടതുപാലത്തി മുന്നണികളെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്കാണ് പൂഞ്ഞാറിൽ അന്ന് PC ജോർജ് മത്സരിച്ച് 25,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് PC ജോർജ് നിയമസഭയിലേക്ക് എത്തിയത്. പക്ഷെ പിന്നീട് PC ജോർജിന്റെ വായിലെ നാവിന്റെ ഗുണം കൊണ്ട് PC ജോർജ് അടുത്ത തവണ മത്സരിക്കാൻ പോയി. അവർ വലിച്ചു വാരി ഒട്ടിച്ച് കൈ കൊടുത്ത് PC ജോർജ് എന്ന രാഷ്ട്രീയ ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരു കഥാപാത്രമായിട്ട് മാറി. ഇപ്പോൾ NDAയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് BJP-യിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ PC ജോർജ് അവിടെ നിൽക്കൊന്നുമില്ല. ഇപ്പോൾ അൻവറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അൻവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിലൊരു നേർച്ചക്കോഴിയായിട്ടാണ് ഇടതുപക്ഷം 2016 മത്സരിപ്പിച്ചത്. ഇടതുപക്ഷത്തിന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടിയാൽ കിട്ടി എന്നുള്ള ലെവലിലാണ് അവിടെ മത്സരിച്ചത്. പക്ഷേ അൻവർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു. ആര്യാടൻ്റെ സ്വന്തം കുടുംബ മണ്ഡലമായ, അങ്ങനെ തന്നെ പറയാം, ആര്യാടൻ്റെ കുടുംബ സ്വത്ത് ആയിട്ടുള്ള നിലമ്പൂർ ആര്യാടൻ്റെ കയ്യിൽ നിന്നും പോയി, അതുപോലെ തന്നെ UDFൻ്റെ കയ്യിൽ നിന്നും പോയി. അവർക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ തിരിച്ചടിയാണ് അൻവർ എന്ന് കൊടുത്തിരുന്നത്. അതിനുശേഷം അൻവർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അൻവർ ഇല്ല സ്ഥലത്ത്. അൻവർ പോയി ഖനിയിൽ പോയി. അങ്ങനെ അവിടെ പോയി അയാൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ അൻവറിൻ്റെ ഒരുപാട് വിവാദങ്ങൾ വന്നു. തടയണ കെട്ടിയൊരു വിവാദം വന്നു. അങ്ങനെ അൻവറിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ചയ്ക്ക് വന്നു. അൻവറിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അൻവർ നടത്തിയ കുറേ കള്ള ഇടപാടുകളും എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ചകൾ വന്നു. അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം വലിയ പ്രതിസന്ധിയിലായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഹൈക്കോടതി വരെ പറഞ്ഞ് തടയണ പൊളിക്കാൻ പറഞ്ഞു. പക്ഷേ അത് കളക്ടർ ഉത്തരവിടുന്നില്ല. വലിയ ചർച്ചയായി, വലിയ വാർത്തയായി, വലിയ വിവാദമായി. അത് അൻവറിലൂടെ ഇടതുപക്ഷത്തെയാണ് ലക്ഷ്യം വെച്ചിരുന്നത്. പിന്നീട് 2021 തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിലും അൻവർ മത്സരിക്കാൻ പോയി. തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അൻവർ മണ്ഡലത്തിനെത്തുന്നത്. അൻവർ മത്സരിക്കുന്നു, അൻവർ ജയിക്കുന്നു. 2,300 2,700 വോട്ടുകൾക്കും കണ്ടാണ് അൻവർ ആ സമയത്ത് ജയിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി പോലെ ആ സീറ്റ് വീണ്ടും കിട്ടി എന്നുള്ളത് മാത്രമാണ്. പരമ്പരാഗതമായിട്ട് UDF കോട്ടയാണ് നിലമ്പൂർ. അവിടെ അൻവറിനെ കൊണ്ട് മാത്രമാണ് ഇടതുപക്ഷത്തിന് ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കി ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അൻവർ പിണറായി സത്തെയും ഇതൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇടതുപക്ഷത്തു നിന്ന് പോയി സ്വതന്ത്രനായിട്ട് മത്സരിക്കേണ്ട സാഹചര്യം, സീറ്റ് കിട്ടാത്തതാണ്. അതായത് UDFനോട് കുറേ ചോദിച്ചു, ഒരു നടപടിയായില്ല. UDF തരൂല, അതിൽ മുന്നണിയായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ അവർ തീരുമാനിച്ചു. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുമ്പോൾ പോലും അൻവർ കൊടുത്ത പത്രിക തള്ളുകയാണ് ഉണ്ടായത്. അൻവറിന് അറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നണിയുടെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ആ പാർട്ടിയുടെ ഔദ്യോഗിക ലെറ്റർ അതിൻ്റെ കൂടെ വെക്കണം. ഞങ്ങൾ ഇന്ന് കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാൻ തയ്യാറാവുന്നു എന്ന് പറഞ്ഞ് ലെറ്റർ വെക്കണം എന്നുള്ളത് അൻവറിനറിയാം. പക്ഷേ അത് വെച്ചില്ല മനഃപൂർവ്വം. അൻവർ സ്വതന്ത്രനായിട്ട് കൊടുത്ത പത്രിക സ്വീകരിക്കപ്പെടുന്നു. അപ്പോഴും അൻവർ തൃണമൂലിൻ്റെ ഭാഗമായിട്ട് ഈ കൊടുത്ത പത്രിക തള്ളിപ്പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് വെച്ചിട്ടായിരിക്കണം അൻവർ അങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവുക. ആരെങ്കിലും ഒരു അൻവർ അത് പിൻവലിക്കണം, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം, വേണ്ട വ്യക്തി കാണാം എന്നുള്ള ആരെങ്കിലും, പക്ഷേ ആരും പറഞ്ഞില്ല. അൻവറിനോട് അങ്ങനെ ഒരു ചർച്ച ആരും പറഞ്ഞില്ല, ആരും തയ്യാറായില്ല. അത് കഴിഞ്ഞ് സ്വതന്ത്രനായിട്ട് കൊടുത്ത പത്ത്. അപ്പോൾ പിന്നെ അൻവറിന് മനസ്സിലായി ഇത് കാര്യം കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇനി സ്ട്രോങ് ആയിട്ട് ഇറങ്ങി മത്സരിച്ച് തൻ്റെ ശക്തി തെളിയിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അൻവറിന് കുറച്ച് പിള്ളേരും ഉണ്ടായിരുന്നു കൂടെ. അൻവർ മത്സരിച്ചു. ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന കുറേ ആളുകളൊക്കെ അന്ന് ബിരിയാണി ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ കളിയായിട്ട് പറയുകയാണെങ്കിലും അൻവർ 20,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അത് ചില്ലറ കാര്യമല്ല അൻവർ. ഇനി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം KPCC പ്രസിഡന്റൊക്കെ ഒരു അനുഭാവപൂർവ്വമായിട്ട് അൻവറിനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ള തീരുമാനത്തിലേക്ക്. അൻവറിനെ തേച്ചൊട്ടിച്ച കുറെ ആളുകളുണ്ട്, അവർക്കൊക്കെ വലിയ തിരിച്ചടിയായി പോയി. കാരണം എന്ത് പറയൂ അവരൊക്കെ ഇനി. അൻവർ ഇത്രയും വോട്ട് പിടിക്കുമെന്ന് ഇടതുപക്ഷം പോലും ഒരുപക്ഷെ ചിന്തിച്ചു കാണില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ ലേബലിൽ നിന്നതുകൊണ്ടായിരിക്കാം അൻവർ വിജയിച്ചതെന്നായിരിക്കും ഇവരൊക്കെ കരുതിയത്. പക്ഷെ അല്ല, വിജേഷ് നേരത്തെ പറയുന്നത് പോലെ അൻവറിന് നിലമ്പൂരിൽ കുറെ വേരുകൾ ഉണ്ട്. അത് പരമ്പരാഗതമായ വേരുകളാണ്. ആ വേരുകൾ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നതും അല്ല. അതുകൊണ്ട് അൻവർ ഇനി നിന്നാലും ഇതിൽ കൂടുതൽ വോട്ട് കിട്ടേ ഉള്ളൂ, കുറയത്തില്ല, അല്ലേ? അതെ, തീർച്ചയായിട്ടും.
അൻവർ ഇനി മത്സരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജയിച്ചെന്നും ഇരിക്കും. ഇതിപ്പോ ആര്യയുടെ ഷൗക്കത്തിന്റെ ഗുണം കൊണ്ട് ജയിച്ചു എന്ന് പറയണ്ട. അല്ല, അവിടെ മുസ്ലിം ലീഗ് അവിടെ ഇറങ്ങി കളിച്ചു, അവരെ ജയിപ്പിച്ചു. അവരെ ഗംഭീരമായിട്ട് അല്ല, അവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ എന്താ പറയുക, ഇതിന്റെ ഒരു വിജയം കൊയ്യാനായി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സതീശനും വരണ്ട. കാരണം ഇവർക്ക് 3 പേർക്കും അതിൽ റോളില്ല. രാത്രിക്ക് രാമാൻ ആരും കാണാതെ അൻവറിന്റെ വീട്ടിൽ കയറിയവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു എന്താ പറയുക, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നടുറോഡിൽ നിന്ന് വെല്ലുവിളിച്ചവനാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പൊ ഇവർക്കൊന്നും അതിനുള്ള യോഗ്യതയില്ല. അവരൊക്കെ ജനപ്രതിനിധികളെന്ന് പറയുന്നതേ തെറ്റാണ്, അതിനുള്ള യോഗ്യതയില്ല. ഇവിടെ ലീഗ് കൃത്യമായി ആധിപത്യം സ്ഥാപിച്ചു, ലീഗ് കൃത്യമായി കാര്യങ്ങൾ ഏറ്റെടുത്ത് അവതരിപ്പിച്ചു. ഞങ്ങളുടെ സ്വാധീനം എന്താണ് എന്നുള്ളത് ലീഗ് കാണിച്ചു കൊടുത്തു. അടുത്ത UDF തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ, കാരണം ജനവിരുദ്ധമാണല്ലോ ഈ സ്വരാജിനെ തോപ്പിച്ചത്, അപ്പോ UDF വിജയിച്ചാൽ ലീഗ് ചോദിക്കുന്ന മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ലീഗ് ഏതൊക്കെ ചോദിക്കും എന്നുള്ളത് കൃത്യമായി അറിയുകയും ചെയ്യാം. അത് കൊടുക്കാതിരുന്നാൽ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചാൽ അവരെ കൊടുക്കേണ്ടി വരും. അവര് ഉപമുഖ്യമന്ത്രി സ്ഥാനം, പിന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ലീഗ്, ആഭ്യന്തരമൊക്കെ ലീഗ് കൊണ്ടുപോകും. ആഭ്യന്തരം, ഉപമുഖ്യമന്ത്രി, ഇപ്പൊ കർണാടകയിൽ നടക്കുന്നത് പോലെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി, DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി. ശിവകുമാർ തീരുമാനിക്കും, DK തള്ളും, DK തീരുമാനിക്കും, ശിവകുമാർ തള്ളും. ഇതാണ് അവിടെ നടന്നത്. അതേ നടപടിയാണ് ഇവിടെ വരാൻ പോണത്. KC ഒന്ന് പറയും, കുഞ്ഞാലിക്കുട്ടി വേറെ ഒന്ന് പറയും, അല്ലെങ്കിൽ സതീശനാണെങ്കിൽ അങ്ങേരെ ഒന്ന് പറയും, ഇങ്ങനെ വേറെ കാണിക്കും. ഇതിനടക്കാൻ പോണത്. അപ്പൊ ഇനി വരാൻ പോണ തെരഞ്ഞെടുപ്പ് വെച്ച് കഴിഞ്ഞാല് മരുമോനാണ് ഇവിടെ പ്രശ്നം. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് വരാൻ പോണത്. അതെ, ഉറപ്പായിട്ടും അൻവർ എഫക്റ്റ് അതിനകത്തുണ്ടാവും. കാരണം അത് ഓരോ വാർഡ് തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അൻവർ ഒരുപാട് സീറ്റ് അവിടെ പിടിക്കും, വലിയ ചർച്ചയാവും. അൻവർ ഒരു സ്വയം പ്രഖ്യാപിത വലിയ ശക്തിയായിട്ട് അവിടെ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അല്ല, ഇത്തവണ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചായിരുന്നോ? നിലമ്പൂരിൽ LDFന്റെ കോട്ടകൾ പോലും UDFന് വലിയ ഭൂരിപക്ഷം കിട്ടിയെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. വഴിക്കടവ് ഒക്കെ LDFന്റെ കോട്ടയായിരുന്നു. അവിടെ പോലും ഷൗക്കത്താണ് മുൻപിൽ. അപ്പൊ സ്വരാജിന്റെ ജനപ്രീതി എത്രയാണ് എന്നുള്ളത് സ്വരാജ് അളന്നില്ലെങ്കിലും ജനങ്ങൾ അളന്നിട്ടുണ്ട് എന്നുള്ളത് സ്വരാജ് മനസ്സിലാക്കിയാൽ നന്ന്. പിണറായി വിജയൻ പുതിയ ക്യാപ്സ്യൂളൊക്കെ ഇറക്കി. ഞങ്ങൾ ആ മണ്ഡലം ഒന്നും മനസ്സിൽ കണ്ടിട്ടില്ല, നിലമ്പൂർ UDFന്റെ കോട്ടയാണ്, ഞങ്ങൾക്കത് പണ്ടേ അറിയായിരുന്നു, ഷൗക്കത്തെ അവിടെ ജയിക്കുള്ളൂ. പുതിയ ക്യാപ്സ്യൂളൊക്കെ ഇറക്കി. ഈ ക്യാപ്സ്യൂൾ ഇറക്കുന്ന മാത്രത്തിനപ്പുറം നിങ്ങളുടെ ഭരണ മികവ് ഇല്ലായ്മയാണ് ഈ പരാജയത്തിന് കാരണം എന്ന് കൂടി മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതെ, ഭരണവിരുദ്ധ വികാരം അത് തന്നെയാണ് നിലമ്പൂരിൽ കണ്ടത്. മാത്രമല്ല, അൻവർ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് ജനങ്ങൾക്ക് ഈ വോട്ട് ചെയ്ത 20,000 പേർക്ക് മനസ്സിലായിട്ടുണ്ട്.